ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വർഷ. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ വർഷ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ ഏട്ടത്തിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് പാവം അത് നിനക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, അതിനൊന്നും അറിയില്ല, അതൊക്കെ ഇങ്ങോട്ട് വന്ന് നീ എന്നെ ഇങ്ങോട്ട് വരുത്തിക്കാൻ വേണ്ടിയല്ല അതൊക്കെ ചെയ്തത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, അതെ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശമായിരുന്നത്, എനിക്കല്ലാതെ നീ ഇങ്ങോട്ട് വരുത്താൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. നീ എന്തിനാണ് എൻ്റെ ഫോൺ ഇങ്ങനെ എടുക്കാതെ നീ എന്നെ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ ആദ്യം തന്നെ ഇഷ്ടം നിന്നോട് തുറന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താ വിചാരിച്ചത്? ഞാനൊരു പൊട്ട ക്യാരക്ടറാണെന്നാണോ നിന്റെ വിചാരം? അതുകൊണ്ടാണോ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ല വർഷ, നീ എന്തൊക്കെ പറയുന്നു എന്ന് ശ്രീകാന്ത് പറയാണ്. പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയില്ലെങ്കിൽ ഇല്ലെന്ന് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും നിങ്ങൾ കാണുമ്പോൾ വർഷ ദേഷ്യപ്പെടുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിൽക്കുമ്പോൾ, സത്യമാണോ? എന്നിട്ട് പിന്നെ എന്തിനാ നീ ഇങ്ങനെ മാറ്റി നിർത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾക്കിടയിൽ അതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല, നമ്മൾക്കിടയിൽ പല പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്ത് കാര്യമാണ് നീ പറയുന്നത്? നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണോ? അതൊക്കെ ഇപ്പം എന്ത്, അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അതൊന്നും ഞാൻ വകവെക്കുന്ന പോലുമില്ല. പിന്നെ ആ പ്രശ്നമൊന്നും അത്ര നാളെ നിൽക്കില്ല, നിന്നാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നിന്നെ വേണം എന്നിങ്ങനെ വർഷ ഉറച്ച തീരുമാനത്തോടു കൂടി പറയുകയാണ് ശ്രീകാന്തിനോടായിട്ട്. വർഷ പറയുന്നുണ്ട്, എന്നോട് നീ ഒന്നും കൂടി ഒന്ന് പറയടാ, എന്നെ ഇഷ്ടമാണെന്നും കൂടി ഒന്ന് പറയടാ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ തുള്ളിച്ചാടുന്നുണ്ട് വർഷ. അങ്ങനെ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ വിട് ഏട്ടത്തി വരും എന്ന് പറയുകയാണ്. പക്ഷെ വർഷയാണെങ്കിൽ നല്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ, നമ്മുടെ സുധിയാണെങ്കിൽ റൂമിൽ അങ്ങനെ കിടക്കുകയാണ്. 1,00,000 രൂപയൊക്കെ മോഷ്ടിച്ച് അവൻ ആ കാര്യങ്ങളൊക്കെ 1,00,000 ചെലവാക്കി ഇങ്ങനെ വന്നിട്ട് തൻ്റെ റൂമിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ശ്രുതി വരുന്നത്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ നേരത്തൂടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ, അതിപ്പോൾ വന്നതേ ഉള്ളൂ ശ്രുതി എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത്, എന്തു പറ്റി ശ്രുതി, നിനക്ക് വല്ലാത്തൊരു ക്ഷീണം പോലെ, ആ ബാഗിങ് തന്നെ എന്നും പറഞ്ഞ് ബാഗൊക്കെ വാങ്ങി ബെഡിൽ മാറ്റി വെക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ പറയാണ്, ശ്രുതി പറയുന്നുണ്ട്, ഇന്നെന്തോ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കിന്ന് തീരെ വയ്യ, ഭയങ്കര തലവേദന എന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്നാൽ ഒരു ചായ ഇട്ട് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ, ശ്രുതിക്ക് ചായ ഇടാൻ അറിയും, ശ്രുതി ചായക്ക് ഇടുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചായ ഇടുമൊന്നുമില്ല, അതിപ്പോൾ സച്ചിയുടെ ഭാര്യയോട് പറയാം ഒരു ചായ ഇട്ട് തരാനായിട്ട് എന്ന് പറയുമ്പോൾ, അത് വേണ്ട, സച്ചി അറിഞ്ഞാൽ അത് ഇനി പ്രശ്നമാവും, സച്ചിയുടെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്ക് ചായ ഒന്നും വേണ്ട എന്ന് ശ്രുതി പറയുമ്പോൾ, അങ്ങനെ സച്ചി തൻ്റെ വിരലുകൾ ഒടിച്ച കാര്യം ആ നേരത്തെ ശ്രുതി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, എന്നാ വേണ്ട, എന്നാ നീ ഇവിടെ ഇരിക്കും, ഞാൻ നിന്റെ തല ഒന്ന് മസാജ് ചെയ്ത് തരാം, നെറ്റി ഒന്ന് മസാജ് ചെയ്ത് തരാം എന്നും പറഞ്ഞ് അങ്ങനെ മസാജ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തായി ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, ഒന്നറിയാത്ത മാതിരി ശ്രുതി പറയാൻ, എന്ത് ടിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി മറന്നോ, നമുക്ക് ആൻഡമാനിലേക്ക് പോകേണ്ട കാര്യത്തിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മാമിനോട് ഞാനിനി എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, നമുക്ക് അടുത്ത ആഴ്ച പോകാം എന്ന് ശ്രുതി പറയുമ്പോൾ, അടുത്ത ആഴ്ച ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ എങ്ങനെയാ ശ്രുതി അടുത്ത ആഴ്ച പോകുക എന്ന് ചോദിച്ചിട്ട്, ടിക്കറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എന്ന് പറയും. നീ മാറിന്നേ എന്നും പറഞ്ഞിട്ട് തൻ്റെ ബാഗിൽ പോയിട്ട് കുറച്ച് പൈസ എടുത്തുകൊണ്ട് ശ്രുതി വരികയാണ്. അത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ടിക്കറ്റും ബുക്ക് ചെയ്തു, ബാക്കിയുള്ള പൈസയുമാണിത് എന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അവളുടെ വിചാരം, ശ്രുതിക്ക് സാലറി കിട്ടി, സാലറിയുടെ പൈസയിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാക്കിയുള്ള പൈസയാണ് തൻ്റെ കയ്യിലേൽപ്പിച്ചതെന്നൊക്കെയാണ് ശ്രുതിയുടെ വിചാരം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ജോലി ചെയ്ത് എൻ്റെ കയ്യിൽ ഒരുപാട് ശമ്പളവും വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ശമ്പളം എൻ്റെ കയ്യിലേക്ക്, ഈ പൈസ എൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ശ്രുതി, എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് വലിയ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിക്കിട്ടി. ശ്രുതി എന്തായാലും ജോലി ചെയ്ത് എൻ്റെ കയ്യിൽ ടിക്കറ്റും ബുക്ക് ചെയ്ത് ബാക്കിയുള്ള പൈസ എൻ്റെ കയ്യിൽ കൊണ്ടുതരുകയും ചെയ്തില്ലേ, ഇത് ശ്രുതിക്ക് എന്തായാലും ഈ ജോലി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ശ്രുതി, ഞാൻ വിചാരിച്ചത് ഞാൻ ജോലി തേടി തന്നു കഴിഞ്ഞാൽ ശ്രുതി കുറച്ച് നാൾ നിന്ന് പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ആ ജോലിയിൽ നിന്ന് ശ്രുതി പുറകോട്ട് പോരും എന്നൊക്കെയാണ്, ആ ജോലി കളയുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ശ്രുതിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ശ്രുതിക്ക് നല്ല ടാലൻ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്കോ ടാലൻറ്റോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്.
അങ്ങനെ ശ്രുതി പറഞ്ഞു നോക്കുന്നുണ്ട്, എനിക്ക് ആ ജോലി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിനേക്കാളും നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ജോലി ചിലപ്പോൾ വിടൂട്ട ശ്രുതി എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ശ്രുതി, ആ ജോലിയിൽ തന്നെ നിന്നാൽ മതി, ഇങ്ങനെയുള്ള ശമ്പളമൊക്കെ നമുക്ക് മതി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി ആകെപ്പെട്ട രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ നിനക്കൊരു സമ്മാനം തരട്ടെ എന്നും ചോദിച്ചിട്ട് ശ്രുതിയുടെ കവിളിലൊരു മുത്തം കൊടുക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും. പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ തീയാണ് ആ പൈസയുടെ കാര്യം ആലോചിച്ചിട്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ തൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്ന ഫിനാൻസ് ഓഫീസറുടെ ഫിനാൻസിൽ നിന്നാണ്. അവർ പറയുന്നുണ്ട് പലിശ അടയ്ക്കേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ദേ ഞാൻ ഇന്ന് തന്നെ വരാം, ഇതുവരെ അടയ്ക്കാനുള്ള പലിശ തുക ഞാൻ ഇന്ന് മുഴുവൻ അടച്ചു തീർത്തോളാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മനസ്സിൽ കരുതുന്നുണ്ട്, അലാറം അടിച്ച പോലെയാണ്, ആ സമയത്ത് തന്നെ വിളിച്ചു എന്നും പറഞ്ഞിട്ട് തൻ്റെ ബാഗിൽ നിന്ന് ആ ഷെൽഫ് തുറന്ന് തൻ്റെ ബാഗിൽ നിന്ന് ആ പൈസ നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സിബ് തുറക്കുമ്പോൾ അതിലില്ല, രണ്ടാമത്തെ സിബ് തുറക്കുമ്പോഴും അതിലും ഇല്ല. അപ്പോൾ ടെൻഷനാവാണ് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ ചന്ദ്ര അലമാരിലും അവിടെ എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്നുണ്ട്, എവിടെയും കാണുന്നില്ല, വെപ്രാളത്തോടു കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട്. രവീന്ദ്രനോടായിട്ട് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്, ആവശ്യം വരുമ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞ പൈസ നിങ്ങൾ എടുത്തൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നീ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ വെച്ചിരുന്ന 1 ലക്ഷം രൂപ നിങ്ങൾ എടുത്തൂലേ, ഞാൻ എടുത്തിട്ടില്ല എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ, പിന്നെ എങ്ങോട്ട് പോയി ഈ പൈസ, എനിക്കറിയില്ല, നീ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും, നീ നോക്ക് ഒന്നും കൂടി എന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ. ഇല്ല, ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത്, ആ പൈസ ഇവിടെ കാണാനില്ല എന്നിങ്ങനെ ചന്ദ്ര പറയുകയാണ്. അങ്ങനെ ചന്ദ്ര വളരെ വെപ്രാളത്തോടും വിഷമത്തോടും ഒക്കെ കൂടി പുറത്തേക്ക് ഓടി വരിക, അതായത് റൂമിന്റെ പുറത്തേക്ക് ഹോളിലേക്ക് ഓടി വരികയാണ്. സുധി സുധി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ സുധി മുകളിൽ നിന്നും വെപ്രാളപ്പെട്ട് ഓടി വരികയാണ്. സുധിയുമുണ്ട് ശ്രുതിയുമുണ്ട്. രണ്ടാൾ എന്ത് പറ്റിയാൽ എന്താ പറ്റിയെന്നും ചോദിച്ചു വരികയാണ്. എടാ, നീ എൻ്റെ റൂമിൽ കയറി എൻ്റെ പൈസ എങ്ങാനും എടുത്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആകെ അന്തം വിട്ട മാതിരി ഇങ്ങനെ ആകെ വെപ്രാളത്തോട്, ഞാൻ പൈസ എടുക്കാനോ, എനിക്കെന്തിനാ പൈസ എടുക്കേണ്ട ആവശ്യം, ഞാൻ ഒന്നും എടുത്തിട്ടില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം അപ്പുറത്തു കൂടെ നമ്മുടെ ശ്രീകാന്ത് വരുന്നുണ്ട്. ശ്രീകാന്തിനോട് ഈ ഒരു കാര്യം ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറയാണ്, എനിക്ക് എന്തിനാ അമ്മ പൈസ, എനിക്ക് പൈസകളുടെ അങ്ങനത്തെ ചെലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ സച്ചിൻ രേവതി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ രേവതി സച്ചിൻ്റെ പുറകിലൂടെ വന്നിട്ട് പറയാണ്, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾ പോവല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് വരുന്നത്. വേണ്ട രേവതി, എനിക്ക് നേരില്ല എന്നും പറഞ്ഞ് സച്ചി വേഗം പോകാൻ നിൽക്കുമ്പോൾ ശ്രീകാന്തിനോടായിട്ട് നമ്മുടെ ചന്ദ്ര പറയാണ്, ഇവനോട് ചോദിച്ചേടാ ഞാൻ ആ കാര്യം എന്ന് പറയുമ്പോൾ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ അമ്മയുടെ പൈസ കാണാനില്ല എന്ന് പറയുമ്പോൾ എടുത്ത വഴിക്ക് സച്ചി പറയാണ്, പൈസ കാണാനില്ലെങ്കിൽ ദേ ഇവൻ നിൽക്കുന്നുണ്ട്, അവനോട് ചോദിച്ചാൽ മതി, അവനല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഒരാളും പൈസ എടുക്കില്ല എന്ന് സച്ചി പറയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നു, ഞാനൊന്നും പൈസ എടുത്തിട്ടില്ല, വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും പറയല്ലേട്ടാ സച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര രൂപയാണ് കാണാതായത് എന്ന് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ പറയാണ്, രവീന്ദ്രൻ പറയാണ്, മധുസൂദനൻ എനിക്ക് തന്ന 1 ലക്ഷം രൂപയാണ് കാണാതായിട്ടുള്ളത്. 1 ലക്ഷം രൂപയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഉറപ്പായിട്ട് ഇവൻ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, വെറുതെ ശ്രുതിയെ കുറ്റപ്പെടുത്താതെ സച്ചി, വെറുതെ ആവശ്യമില്ലാതെ പറയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ, പിന്നെ ആരാണ്, നിങ്ങൾ 3 പേര് ഈ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല, പിന്നെ ആരെടുക്കാനാണ് നിങ്ങൾ ചന്ദ്രനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, നീ വേറെ എവിടെയെങ്കിലും വെച്ചോ നോക്ക്, എവിടെയെങ്കിലും നോക്ക് എന്ന് പറയാണ്. ഇല്ല, ഞാൻ എൻ്റെ ഷെൽഫിൽ തന്നെയാണ് വെച്ചത്. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ വീട്ടിൽ ആരും എടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ കള്ളന്മാർ വല്ലതും വരണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കള്ളന്മാർ വരാൻ ഈ വീട്ടിൽ എപ്പോഴും ആരെങ്കിലൊക്കെ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ കള്ളം വന്ന് എടുക്കുന്നുണ്ട് പോവാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം രേവതിയുടെ സഹോദരൻ ആ വീട്ടിലേക്ക് വന്ന കാര്യം ആലോചിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, കിട്ടി എനിക്ക് ആളെ മനസ്സിലായി എന്ന് ചന്ദ്ര ഓളിയിട്ട് ഇങ്ങനെ പറയാണ്. എന്നിട്ട് നേരെ രേവതി ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുകയാണ്. അപ്പം എല്ലാവരും രേവതിയെ നോക്കുന്നുണ്ട്. സച്ചി എങ്ങനെ തട്ടി മാറ്റി രേവതിയുടെ മുന്നിൽ വന്ന് നിൽക്കുക ാണ് ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ സഹോദരനാണടി, നിന്റെ അനിയനാണടി ഇവിടെ നിന്നും പണം എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുമ്പോൾ ആശ്വാസമായി എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട്, അത് ശരിയായിരിക്കും, ആ ചെറുക്കനായിരിക്കും ഇവിടെ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയത്. അപ്പൊ ശ്രുതിയും തലയാട്ടുണ്ട്. അതെ അത് ശരി തന്നെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പരസ്പരം തലയാട്ടി. ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോൾ നമ്മുടെ ഇവൻ പറയാണ്, നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടൻ കണ്ടായിരുന്നോ ഏട്ടത്തിയുടെ അനിയൻ എടുക്കണത്, പിന്നെ എന്തിനാ ഏട്ടൻ ഇല്ലാത്ത കാര്യം പറയുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത് വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതിയും പറയുന്നുണ്ട്, അവൻ തന്നെ ആയിരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ, വെറുതെ ആവശ്യമില്ലാത്ത പറയത് ശ്രുതി, നീ എൻ്റെ അനിയനെ വെറുതെ കുറ്റക്കാരനാക്കരുത്, എൻ്റെ അനിയൻ അങ്ങനെ ഒരു കള്ളനൊന്നുമല്ല, ഒരു അബദ്ധം ഒരു പറ്റിപ്പോയി, അത് തെറ്റാണെന്ന് അവൻ മാപ്പ് പറയുകയും ചെയ്തില്ലേ, അവൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല, അവൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ
ചന്ദ്ര പറയുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചു കൊണ്ട് പോയത്, അപ്പം പിന്നെ അവനെ തന്നെയല്ലേ സംശയിക്കേണ്ടത്, അവൻ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി ആകെ സങ്കടപ്പെട്ട് നിൽക്കാണ്. എന്തായാലും ചന്ദ്രയോടായിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, സത്യങ്ങൾ അറിയാതെ ഓരോരുത്തർ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്ര ഉറപ്പിച്ചു നമ്മുടെ രേവതിയുടെ സഹോദരനാണ് ആ പൈസ എടുത്തുകൊണ്ട് പോയത് എന്നുള്ള കാര്യത്തിൽ ഉറച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് ശ്രുതിക്ക് വലിയ സന്തോഷമാവാണ്, തന്നിലൊരു സംശയം പോലും ഇല്ലല്ലോ, നേരെ ഇനി വേറൊരു ആളെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ ആശ്വാസത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ സച്ചി പറയാണ്, ഇവന് രണ്ടു കൊടുത്തു കഴിഞ്ഞാൽ സത്യം പുറത്തു വരുമെന്ന് പറഞ്ഞ് അവന്റെ ദേഹത്തേക്ക് ഇങ്ങനെ കൈവയ്ക്കാൻ നിൽക്കുമ്പോൾ ശ്രുതി ഇടയിൽ കയറി പറയാണ്, സച്ചി വേണ്ട എന്നും പറഞ്ഞിങ്ങനെ എതിർത്ത് നിൽക്കാണ്. ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ബൈ, താങ്ക്